Good evening. Good evening, sir. 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 Good evening. Silent prayer. Faiba. Name this compound. Cyclobutane. Cyclobutane. ശരിയാണോ അത്? അതെ. ഒപ്പീനിയൻ ഉണ്ടോ? ഇൻസാഫെ, ശരിയാണോ അത്? Yes, sir. ശരിയാ. ശരിയാണ്. അമാനില്ലാഹി. Sir. പറയുന്നുണ്ടോ? പറഞ്ഞോ. Name this. Cyclonamine എന്നാണ്. Cyclonamine. Sir. ആണോ? ഫിക്സ് ചെയ്തോ? ഇൻഷാദ്. ഇൻഷാദ്. Sir. ശരിയാണോ? ശരിയാണ്. അച്യുതേ, Sir, അല്ല. പറഞ്ഞു ആൻസർ കൊടുക്കുന്ന. Uh, 2,5 5 2,5 dimethyl hexane. ഹെക്സൈൻ. Yes, sir, hexane. അൽഫിയ, ശരിയാണോ? ഹെപ്റ്റൈൻ അത്. ഹെക്സൈനാണ്. ഫസ്ന, ശരിയാണോ ഫസ്ന? Sir, 2,5-dimethyl hectane. 5-dimethyl hectane. ചെക്ക് ചെയ്ത് നോക്കുക. മെയിൻ ചെയിൻ ഏതാണ്? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞ് അഫിയ, ഇതിലെ മെയിൻ ചെയിൻ ഏതാണ്? ലോങ് ചെയിൻ ഏതാണ്? അവിടെ തുടങ്ങി അവിടെ അവസാനിക്കുന്നതാണ്. താഴത്തുനിന്ന് അപ്പുറത്തെ വശത്ത് താഴെ വരെ. ഈ താഴെ അല്ല, ഈ താഴെ നിന്നാണോ? അതന്നെ. അവിടെ തുടങ്ങിയിട്ട് അപ്പുറത്തെ വശത്തെ ഏത് താഴെ വരെയാണ്? ഇതിന്റെ അപ്പുറത്ത്. ഈ താഴെ ഇതാണോ? മെയിൻ ചെയിനായിട്ട് എടുത്തു. ഇത് എങ്ങനെ നമ്പർ ചെയ്യണം? ഏത് നമ്പറിങ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള നമ്പറിങ് ഫിക്സ് ചെയ്യും.
നമുക്ക് നമ്പേഴ്സ് 1 2 3 4 5 6 7 7 കാർബൺ ആറ്റംസ്. അതിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർബണും ഫിഫ്ത്ത് കാർബൺ. സോ പേര് വരുമ്പോൾ 2,5 ബ്രാഞ്ചസ് രണ്ടും മീഥൈൽ ബ്രാഞ്ചസ് ആണ്, CH3 ബ്രാഞ്ചസ് ആണ്. 2,5 ഡൈമീഥൈൽ 7 കാർബൺ ആറ്റംസ് ഉണ്ട് മെയിൻ ചെയില്. ഹെപ്റ്റൈൻ, ഹെക്സൈൻ അല്ല, ഹെപ്റ്റൈൻ മതി. ലെറ്റർ സെസ്സിലോട്ട് വന്നോ. ലെറ്റർ സെസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 3 ABCDEFG എന്ന് തോന്നുന്നു അല്ലെ? G ലാസ്റ്റ് വേർഡ് അല്ല, അതിന്റെ താഴത്തോട്ടുള്ള നമ്മൾ പഠിച്ചിട്ടില്ല. അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന്റെ ഒന്നും മീനിങ് പഠിച്ചിട്ടില്ലല്ലോ. ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ വരെ ഉള്ളത് ചെയ്തു. സാർ എഫ് അല്ലേ ചെയ്യാനുള്ളത്? എഫ് ആണോ? ഞാൻ നോക്കിയില്ല കേട്ടോ. എഫ് ആണെങ്കിൽ എഫ് നോക്കിയില്ലേ? അതെ അതെ അതെ, എഫ് ആണ് കേട്ടോ. എഫ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇതാണ് CH3. ഇതാണ് എഫ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. എല്ലാ നെയിമും നമ്മൾ പഠിച്ചത്, ഇതിന്റെ റൂളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബിലാലെ പറഞ്ഞു, പറഞ്ഞു 242 ട്രൈമീഥൈൽ പെന്റേൻ. 242 എന്നാണോ? അങ്ങനെ എഴുതും നമ്മള്. 224 പറഞ്ഞു. ട്രൈമീഥൈൽ പെന്റേൻ. ട്രൈമീഥൈൽ ശരിയാണോ അത്? അതെല്ലേ. സോ ലോങ് ചെയിൻ നോക്കാം. ലോങ് ചെയിൻ നമ്മൾ വേറെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രേറ്റ് ചെയിൻ ആണ് ലോങ് ചെയിൻ. 5 കാർബൺ ആറ്റംസ്. ഇനി ഇതിലും ഉണ്ട് കേട്ടോ, ഇതിലും 5 കാർബൺ ആറ്റം ഉണ്ട്, ഇതിലും 5 കാർബൺ ആറ്റം ഉണ്ട്. നിങ്ങൾ ഏതെടുത്താലും സെയിം ആൻസർ വരുള്ളൂ. ഏതെടുത്താലും സെയിം ആൻസർ ആട്ടോ വരുള്ളൂ. അതൊന്നും നിങ്ങളോട് പേടിക്കണ്ട. ഏറ്റവും കൂടിയ കാർബൺ ആറ്റമുള്ള ചെയിൻ ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ സ്ട്രേറ്റ് ചെയിൻ ആണ്. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. എല്ലാത്തിനും സെയിം നെയിം വരും. ഇത് ഫിക്സ് ചെയ്തു. നമ്പർ ചെയ്യുവാണ്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുവാണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5. ബ്രാഞ്ച് വരുന്നത് 2 വരും, 4 രണ്ടെണ്ണം വരും. നമ്മൾ 2 4 4 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യോടെ, 2 ബ്രാഞ്ച് വന്നതുകൊണ്ട്. അപ്പോൾ ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നോക്കും. റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുന്ന 1 2 3 4 5. 2 തന്നെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ 2, 2 in 4. ഇതിൽ ലോവസ്റ്റ് സം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ അറിയാം, സെക്കൻഡ് വൺ ആണ്. സോ ഈ നമ്പറിങ് നമ്മൾ എടുക്കും. 2 2 4. മൂന്നും സെയിം ബ്രാഞ്ച് ആണ്. മൂന്നും സെയിം ബ്രാഞ്ച് ആണ്, മീഥൈൽ ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് ട്രൈ യൂസ് ചെയ്യും. ട്രൈമീഥൈൽ പെന്റൈൻ. മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് പെന്റൈൻ ഒക്കെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. നെക്സ്റ്റ് പ്രോബ്ലം എടുത്തോ. തേർഡ് വൺ അല്ല. തേർഡ് വണ്ണിൽ ഇനി GIJ ഉണ്ട് നമുക്ക് ചെയ്യാൻ. അതിന്റെ ടോപ്പിക്ക് പഠിക്കുന്നുള്ളൂ, നമ്മൾ ഇന്ന് പഠിക്കുള്ളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ. Butadimethyl hexane and but2ene.
നിങ്ങൾക്ക് ഈ വീക്കിൽ ബൈ വീക്കിലി എക്സാം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ സ്കൂളിലും പല പല സ്കൂളിലും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈമിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവിടെ എക്സാം വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഡിസിഷൻ എടുത്തു. വേണമായിരുന്നോ? ആ, സന്തോഷമായില്ലേ? അപ്പൊ വീക്കിലി എക്സാം ഈ വീക്കിൽ ഇല്ല കേട്ടോ. ഇപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീക്കിലാണ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീക്കല്ല, കമ്മിങ് വീക്കിൽ ഉണ്ടാവുള്ളൂ. സാധാരണ പോലെ തന്നെ ഈ വീക്കിലില്ല, ബാക്കിയില്ല അതുപോലെ തന്നെ. ഒരു റെമഡിയൊക്കെ നടക്കാനുണ്ടല്ലോ അല്ലെ? Question 2,2-dimethyl hexane. മുഹമ്മദ് അമ്മാൻ പറഞ്ഞോ. സാർ 2,2-dimethyl hexane. 6 കാർബൺ എടുക്കണം. 6 കാർബൺ. പുള്ളി ഫോളോ ചെയ്യണോട്ടോ എല്ലാവരും. 6 കാർബൺ. രണ്ടാമത്തേല് 2 ബ്രാഞ്ച് എടുക്കണം. 6 കാർബൺ. ഒരു കാര്യം കൂടി ചെയ്യണം. എനി എന്താണ്? സിംഗിൾ ബോണ്ട്. ഹെക്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ, സിംഗിൾ ബോണ്ട്. പിന്നെയോ? രണ്ടാമത്തേല് ബ്രാഞ്ച് എടുക്കണം. ഇത്ര ബ്രാഞ്ച്? 2 എണ്ണം. കിട്ടില്ല. 2 എണ്ണം. 2 ബ്രാഞ്ച്. മുകളിലും താഴെ ബ്രാഞ്ച് കിട്ടും. 2 എന്ന് പറഞ്ഞത് 2 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ 2 ഒരു ബ്രാഞ്ച്, പിന്നെയും 2 വേറെ ബ്രാഞ്ച്. ഏത് ബ്രാഞ്ച് വന്നേക്കണം? CH3 മീഥൈൽ ബ്രാഞ്ച് ആണ്. രണ്ടും സെയിം ബ്രാഞ്ച് ആണ്. കംപ്ലീറ്റ് ചെയ്ത ബാലൻസ്. ഫസ്റ്റില് CH3 CH2. ഇവിടെയാണ്. അവിടെ ഇല്ല അപ്പുറം. അവിടെ ഇല്ല. CH2 CH3. ശരിയാണോ? butadiene. ഷഹാൻ, butadiene. ആദ്യം 4 കാർബൺ മനസ്സിലായി. 4 കാർബൺ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേല് ഡബിൾ ബോണ്ട് ഇട്ടു. ഇവിടെ അപ്പുറത്ത് അവിടെയല്ല, ഇപ്പുറത്ത് ഡബിൾ ബോണ്ട് ഇട്ടു. എന്നിട്ട് ബാക്കിയുള്ള സിംഗിൾ ബോണ്ട് ഇട്ടിട്ട് ആദ്യത്തെ CH3 ശരിയാണോ? അതെ. ഇർഫാൻ, ഡൗട്ടാണോ? സ്ലോ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന നോമൻക്ലേച്ചറിൽ ബ്രാഞ്ചസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ആൽക്കൈൽ റാഡിക്കൽസ് ആണ്. അതെന്താ നമുക്ക് പഠിച്ചു കേട്ടോ. CH3 ഇതൊരു ആൽക്കൈൽ റാഡിക്കൽ ആണ്. CH3 CH2 ഇതൊരു ആൽക്കൈൽ റാഡിക്കൽ ആണ്. ഇനി ഇതുപോലെ ഇത് മീഥൈൽ എന്നാണ്, ഇതിന്റെ പേര് മീഥൈൽ ആണ്. ഈഥൈൽ ഉണ്ട്, ദെൻ പ്രൊപ്പൈൽ, പെന്റൈൽ, ഹെക്സൈൽ, അങ്ങനെയുള്ള ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ പറയുന്നത് ആൽക്കൈൽ റാഡിക്കൽസ് ആണ്. ഇവരാണ് ബ്രാഞ്ചസ് ആയിട്ട് വന്നത്. എല്ലാ കേസും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ കേസും നിങ്ങൾ എടുത്തു നോക്കിയാലും ബ്രാഞ്ചസ് ആയിട്ട് ഇവരാണ് വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോണ വേറെ ടോപ്പിക്കാണ്. ബ്രാഞ്ചസ് ആയിട്ട് വേറെ ആൾക്കാർ വരാൻ പോകും. ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അവർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ബ്രാഞ്ചസ് ആയിട്ട് വരാൻ. ബ്രാഞ്ചസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആൽക്കഹോളിനെ കേട്ടിട്ടില്ലേ? ആൽക്കഹോൾ കേൾക്കാത്ത ആരുണ്ടാവില്ല. ആൽക്കഹോൾ, കൺസ്യൂമബിൾ ആൽക്കഹോൾ ഉണ്ട്. ഒരു ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കാൻ കിട്ടുന്ന ആൽക്കഹോൾ ഉണ്ട്. പല ടൈപ്പ് ആൽക്കഹോൾസ് ഉണ്ട് കേട്ടോ. വേറൊരു ടൈപ്പ് ആൽക്കഹോൾ പറയാൻ പറ്റുമോ? കൺസ്യൂമബിൾ അല്ലാണ്ട് സാനിറ്റൈസർ, റബ്ബിംഗ് ആൽക്കഹോൾ, അങ്ങനെ പല ടൈപ്പ് ആൽക്കഹോൾസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്രേ ഇല്ലേ, ഡിയോഡ്രന്റ് ഒക്കെ യൂസ് ചെയ്യില്ല. ഡിയോഡ്രന്റിലും സ്പ്രേസിലൊക്കെ
വേറെ ടൈപ്പ് ആൽക്കഹോളാണ്. ഈ ആൽക്കഹോൾ ഉണ്ടാവില്ല. ഞാനിത് കാണിക്കാൻ പോണ ആൽക്കഹോൾ, ഈ ഒരു ആൽക്കഹോൾ CH3 CH2 OH എന്ന് പറഞ്ഞ ആൽക്കഹോൾ കൺസ്യൂമബിൾ ആൽക്കഹോളാണ്, കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോളാണ്. ഇനി റബ്ബിംഗ് ആൽക്കഹോൾ വേറെ ടൈപ്പ് ആൽക്കഹോൾ ഉണ്ട്. ഈ പറഞ്ഞ സാനിറ്റൈസറിൽ വേറെ ആൽക്കഹോൾ ആയിരിക്കും, സ്പ്രേസിൽ വേറെ ആൽക്കഹോൾ ആയിരിക്കും. അപ്പൊ ആൽക്കഹോൾ എന്ന് ഇവരെല്ലാവരും പറയും. ആൽക്കഹോൾ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? ഈ ഒരു OH വന്നതുകൊണ്ടാണ്. ഈ ഒരു OH ബ്രാഞ്ച് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇത് ബ്രാഞ്ചാണ്. ഇതിന്റെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് CH3 CH3. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? റൈറ്റ് സൈഡിൽ എഴുതിക്കുന്ന കോമ്പൗണ്ടിന്റെ പേര് CH3 CH3. സിംഗിൾ ബോണ്ട് ഉള്ള 2 കാർബണുള്ള കോമ്പൗണ്ട് പേരെന്താ? ഈത്തൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഈത്തൈനില് ഒരു ഹൈഡ്രജന് പകരം, ഏതെങ്കിലും ഒരു ഹൈഡ്രജന് പകരം അപ്പൊ ഇവിടെ 2 ആയി കഴിഞ്ഞപ്പോ ഒരു ബോണ്ട് ബാക്കി വന്നു. ബ്രാഞ്ചസ് ആയിട്ട് OH വന്നു. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് ചെയ്തേക്കുന്ന 2 കോമ്പൗണ്ട് സെയിം ആണ്. ബ്രാഞ്ച് ആയിട്ട് OH വന്നു. ബ്രാഞ്ച് ആയിട്ട് OH വന്നു കഴിഞ്ഞപ്പോൾ വേറെ പ്രോപ്പർട്ടി ഉള്ള ഒരാളെ കിട്ടിക്കണം. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണ്, ബ്രാഞ്ചസ് ആയിട്ട് വേറെ ആൾക്കാർ വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. അവരുടെ പ്രോപ്പർട്ടീസ് മാറും, അപ്പൊ അവരുടെ യൂസും മാറും. ഇത് മാത്രമല്ല ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ഈ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ബ്രാഞ്ച് ആയിട്ടല്ല, ഇനി വേറെ ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് COOH വരും, OH പകരം COOH വരും. ഇനി നിങ്ങൾ ചിലപ്പോൾ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഫ്ലോറിൻ ആയിരിക്കും, ഗ്രൂപ്പ് 70 ഫ്ലോറിൻ ആയിരിക്കും, ചിലപ്പോൾ ക്ലോറിൻ ആയിരിക്കും, ചിലപ്പോൾ ബ്രോമിൻ ആയിരിക്കും, ചിലപ്പോൾ അയോഡിൻ ആയിരിക്കും. ഇനി വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്, വേറെ NH2 ഒക്കെ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ പഠിക്കാനല്ലേ. NH2 ഉണ്ട്, NH2 അമിനോ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദെൻ CHO ഉണ്ട്, ആൽഡിഹൈഡ്സ്. ഇനി കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതിൽ ROR- എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരും. പേടിക്കാനൊന്നുമില്ല കേട്ടോ, സിമ്പിൾ ആക്കി തരാം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വേറെ കുറെ ആൾക്കാർ, വേറെ കുറെ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ബ്രാഞ്ചസ് ആയിട്ട് വരും. ബ്രാഞ്ചസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും, പ്രോപ്പർട്ടീസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങളുടെ വീട്ടില് വിനെഗർ ഇല്ലേ? വിനെഗർ ഏത് ആസിഡാന്ന് അറിയാമോ? വിനെഗർ എന്ന് പറഞ്ഞ ആസിഡിന് ഒരു പേരുണ്ട്. സിട്രിക് ആസിഡ്. സിട്രിക്ക. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ആരാന്നത്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു ആസിഡ് ഇയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആസിഡാണ്. COOH എന്ന് പറഞ്ഞ ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് പോലത്തെ ആസിഡ് ഒന്നും അല്ല. സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലത്തെ ആസിഡ് അല്ല, വേറെ ടൈപ്പ് ആസിഡ് ആണ്. അത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനി നിങ്ങളിപ്പോ ടാർട്ടാറിക് ആസിഡ് കേട്ടിട്ടുണ്ടോ? ടാർട്ടാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് കേട്ടില്ലേ? ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ലെമണിലുള്ള സിട്രിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് മിൽക്കിലുള്ളതാണ്. ടാർട്ടാറിക് ആസിഡ് ഇതിലുള്ളതാ? ടെർമറിക് ആണോ? ടമറിൻ പുളിയിലുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. അപ്പൊ ഇതുപോലെ കുറെ ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡ്സ് ഒന്നും നമുക്ക് അറിയില്ലാത്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും അതുപോലത്തെ ആസിഡ് അല്ല, വേറെ ടൈപ്പ് ആസിഡ് ആണ്. ആ ടൈപ്പ് ആസിഡ് ഈ ഒരു കാറ്റഗറിയിൽ വന്നു. COOH വരുന്ന കാറ്റഗറിയിൽ വന്നു. അസിഡിക് ആസിഡ് അതുപോലത്തെ കുറെ ആസിഡ്സ്. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെന്റ് ആകും. അതുകൊണ്ട് നമ്മൾ അവരുടെ പല യൂസുകൾക്ക് ഇവര് OH വന്ന ആൾക്കാരെല്ലാം നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയും. ഇവർക്ക് ആ ഒരു ആൽക്കഹോൾ കാറ്റഗറിയിലാണ്. ഈ COOH വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ആസിഡ്സ് എന്ന് പറയും. ഇതുപോലെ ഇതിന് നമ്മൾ NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അത് പഠിക്കാനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നൈട്രിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നൈട്രിക്. ഇവരെ നമ്മൾ ആൽഡിഹൈഡ്സ് എന്ന് പറയും. ആൽഡിഹൈഡ്സ്. ഇവര് ഈത്തേഴ്സ് എന്ന് പറയുന്നത്. പല ആൾക്കാരും അതിനനുസരിച്ച് അവരുടെ യൂസസും പ്രോപ്പർട്ടീസും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇത്ര നിങ്ങൾ ഷോർട്ടായി പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ 2-3 പേര് വന്നു കഴിഞ്ഞാൽ അവരുടെ നെയിമിങ് എന്താണ്, ഇത്ര പഠിക്കാനുള്ളതാണ് ഈ ചാപ്റ്റർ. സിമ്പിൾ നെയിമിംഗ് ആണ്. എല്ലാത്തിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നെയിമിംഗ് ആണ്. നേരത്തെ പോലെയൊന്നുമല്ല. ഇതിൽ ചിലപ്പോൾ നമ്പറിംഗ് ഉണ്ടാവണമെന്നില്ല. ചില കേസിൽ നമ്പറിംഗ് ഉണ്ടാവില്ല. ചില കേസിൽ മെയിൻ ചെയിൻ കണ്ടുപിടിക്കേണ്ടി വരില്ല. എല്ലാ കേസിലും അല്ല കേട്ടോ, ചില കേസിൽ കണ്ടുപിടിക്കേണ്ടി വരും.
ഇതുവരെ പറഞ്ഞു നിർത്തിയതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു? ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് ഇർഫാനെ എന്ത് പറ്റി? ഇതുവരെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ ഇർഫാൻ അനസ്. സാർ കേൾക്കാമോ? കേൾക്കാം. സാർ നമ്മള് ലെക്ചേഴ്സിലെ 4th ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാനല്ലേ പറഞ്ഞിരിക്കണേ? 4th ക്വസ്റ്റ്യൻ തൽക്കാലം നമുക്കിപ്പോ ചെയ്യണ്ട. 4th ക്വസ്റ്റ്യന്റെ ഐഡിയ ഈ ചാപ്റ്റർ ലാസ്റ്റ് ആണ് വരുന്നത്. സാർ അതല്ല, ലെക്ചേഴ്സിലെ 4th ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാനല്ലേ നമ്മളോട് പറഞ്ഞത്? നമ്മൾ കണ്ടൻസ് ഫോർമുലല്ലേ എഴുതിയതാ? ഇല്ല, കുഴപ്പമില്ല. 4th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തന്നെ. സോറി ചെയ്തു. 4th ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ട്രക്ചറൽ ഫോമിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കണ്ടൻസ് ഫോമിൽ എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഈ സ്ട്രക്ചറൽ ഫോമിൽ ഇത് നിർബന്ധമുള്ളവർ അത് എഴുതിയാലും മതി, അതിന് മാർക്ക് കിട്ടും. ടൈം വേസ്റ്റ് ആവുകയാണ് കേട്ടോ. സ്ട്രക്ചറൽ ഫോമിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. എല്ലാ ബോണ്ടും ഇട്ട് എല്ലാ ഹൈഡ്സും ഇട്ട് പറയുന്ന സമയം. അതുകൊണ്ടല്ലേ നമ്മളൊന്ന് മാറ്റി വെക്കണേ നല്ലത്. നിങ്ങൾ അത് ഫോളോ ചെയ്യണമെങ്കിൽ നിർബന്ധമുള്ളവർ ചെയ്തോ. തെറ്റാനും ചാൻസ് കൂടുതലാണ് സ്ട്രക്ചറൽ ഫോമിൽ വരയ്ക്കുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ ഇങ്ങനെ കൊണ്ടേ വരയ്ക്കുകയാണ്, ഒരു കോമ്പൗണ്ട് വരയ്ക്കുകയാണ്. കോമ്പൗണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരച്ചു. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ഇവിടെ ഒരു 2 ബോണ്ട് ഇട്ടിപ്പോയി. ഇവിടെ ഒരു ബോണ്ടല്ലേ വരുള്ളൂ, ഈ കാർബണിന് ഒരു ബോണ്ടല്ലേ വരുള്ളൂ. അറിയാണ്ട് 2 ബോണ്ട് ഇട്ടുപോയി. ഈ ബോണ്ട് ഇങ്ങനെ വെട്ടാൻ പറ്റില്ല. വെട്ടിക്കഴിഞ്ഞാൽ ചിലവര് മാർക്ക് വരും, ചിലവര് മാർക്ക് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മുതൽ എല്ലാം വെട്ടിയിട്ട് വരയ്ക്കും. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ആദ്യം പോലെ എഴുതും. കണ്ടൻസ് ഫോമിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലും വെട്ടാൻ പറ്റില്ല കേട്ടോ, അതിലും വെട്ടരുത്. സമയം എടുക്കും വരയ്ക്കാനൊക്കെ. സ്ട്രക്ചറൽ ഫോമിൽ എല്ലാ ഹൈഡ്രജനെയും കൊടുത്ത് കുറെ സമയം എടുക്കും. അതുകൊണ്ട് കണ്ടൻസ് ഫോമിൽ എഴുതണേ നല്ലത് കുറച്ചും കൂടി. മറ്റേത് ഫോളോ ചെയ്യുന്നവർക്ക് ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. സോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാറ്റഗറിയാണ് ആൽക്കഹോൾസ്. ഫസ്റ്റ് നമ്മൾ ആൽക്കഹോൾസിനെ കുറിച്ച് പഠിക്കും. ആൽക്കഹോൾസിന്റെ നോമൻക്ലേച്ചർ, അവരുടെ പ്രോപ്പർട്ടീസ് തൽക്കാലം ഇവിടെ വരുന്നില്ല, അടുത്ത ചാപ്റ്ററിൽ കുറച്ച് പഠിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ. ആൽക്കഹോൾസിനെ ഡിനോട്ട് ചെയ്യുന്നത് OH എന്ന് പറഞ്ഞ ടൈമിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. OH. ഓക്സിജന്റെ വാലൻസി എത്രയാണ്? ഓക്സിജന്റെ വാലൻസി കൈ കൊണ്ട് കാണിച്ചു. 2 ആണ്. ഓക്സിജന്റെ വാലൻസി 2 ആണ്. 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 2 ബോണ്ട് ഉണ്ടാവും അല്ലെ? സംശയമില്ലല്ലോ. വാലൻസി 2 ആണെങ്കിൽ 2 ബോണ്ട് ഉണ്ടാവും. നമ്മൾ കാർബണിന്റെ കേസിൽ കണ്ടാണ് 4 ബോണ്ട് ഉണ്ട്, 4 വാലൻസി ആയിട്ട്. ഒരു വാലൻസിയിൽ ഹൈഡ്രജൻ വരും, മറ്റൊരു വാലൻസി ഫ്രീ ആണ്. ഇവരാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് കൂടി എഴുതണം. OHന് മുമ്പ് ഒരു ബോണ്ട് കൂടി എഴുതണം. ഇതാണ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിന് വേറെ പേരും കൂടി ഉണ്ട്. ശരിക്കും ആ പേരാ ഉള്ളത്, ആൽക്കഹോൾസ് എന്നുള്ള പേരല്ല ഉള്ളത്. അത് നമ്മുടെ എളുപ്പത്തിൽ നമ്മൾ വിളിച്ച പേരാണ്. ശരിക്കുള്ള പേര് ഹൈഡ്രോക്സിൽ എന്ന പേര്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ പേരെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നോക്കിക്കൊന്ന്. ഹൈഡ്രജന്റെ ഹൈഡ്രോ ഉണ്ട്, ഹൈഡ്രജന്റെ ഹൈഡ്രോ ഉണ്ട്, ഓക്സിജന്റെ ഓക്സി ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ഉള്ള ഒരു ഗ്രൂപ്പ്. ഇനി YL എപ്പോഴാണ് വരുന്നത്? കണ്ടതാണ്. YL എപ്പോഴാണ് വരുന്നത്? ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോ ആണോ? YL ഒരു ഇലക്ട്രോൺ മൈനസ് ഒരു ഇലക്ട്രോണെ മൈനസ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് ആകുമ്പോഴാണ്. ഒരു ഇലക്ട്രോണെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ബോണ്ട് ബാക്കി ഉണ്ടെന്നാണ് അല്ലെ? ഒരു ബോണ്ട് ബാക്കി വരും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ. അപ്പൊ ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ YL യൂസ് ചെയ്യും. പല സ്ഥലത്ത് കണ്ടതാണ്. മീത്തൈൽ, പ്രൊപ്പൈലൊക്കെ കണ്ടതാണ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണ്ട. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് ഡിനോട്ട് ചെയ്യുന്നത് OH വെച്ചിട്ടാണ്. അവരുടെ വേറെ പേര് ആൽക്കഹോൾസ് എന്നാണ്. ഇതിൽ ഏത് ടൈം യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് CH4. കോമ്പൗണ്ട് പേരെന്താ? റൈഹാൻ, മുഹമ്മദ് റൈഹാൻ. ഈ കോമ്പൗണ്ട് പേരെന്താ? മുഹമ്മദ് റൈഹാൻ. ഈ തന്നെ. ഈ കോമ്പൗണ്ട് പേരെന്താ? CH4. ഒരു കാർബൺ, സിംഗിൾ ബോണ്ട്. പേരെന്താ? ഷാറൂഖ്.
മതി. പറഞ്ഞോ, ബ്യൂട്ടാനോ? സ്പെല്ലിംഗ് പറഞ്ഞേ. സ്പെല്ലിംഗ് ആദ്യം മുതൽ പറ. ഒരു കാർബൺ അപ്പൊ എന്ത് വരും? ഒരു കാർബൺ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? MET ആണോ? MET. METHAD, മീഥൈൽ. മീഥേനിൽ നിന്ന് ശ്രദ്ധിച്ചോട്ടോ, മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CH3 ഒരു ബോണ്ട് ബാക്കി വരും. ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഒരു ബോണ്ട് ബാക്കി വരും. ഈ ബോണ്ടിന്റെ അടുത്ത് ഈ ബോണ്ടിൽ OH വരും. അപ്പൊ ഇതിന്റെ പേര് മാറി, സ്ട്രക്ചർ മാറി, കോമ്പൗണ്ട് മാറി, യൂസ് മാറി, എല്ലാം മാറി കേട്ടോ. ഒറ്റൊരു ചേഞ്ച് വന്നാൽ ഹൈഡ്രജൻ മാറി അവിടെ ഓക്സിജൻ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് കോമ്പൗണ്ട് ആയി. ഈ കോമ്പൗണ്ടിന്റെ പേര് ഞാൻ പറയാം കേട്ടോ, മെത്തനോൾ എന്നാണ്. മെത്തനോൾ റൂളൊക്കെ പറയാം കേട്ടോ, ഇതിൽ ഞാൻ വരാം. ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. നെക്സ്റ്റ് കോമ്പൗണ്ട് CH3 ഓൾറെഡി ചോദിച്ചാണ്, പേരുണ്ടാ കോമ്പൗണ്ട്? ഈത്തൈൻ പറഞ്ഞതാണല്ലോ നേരത്തെ. ഈത്തൈൻ എന്നാണ് കോമ്പൗണ്ട് പേര്. ഈത്തൈനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തു. ഏതെങ്കിലും ഹൈഡ്രജൻ ആയാലും രണ്ട് സൈഡിലും ഹൈഡ്രജൻസ് ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തു, ഒരു ബോണ്ട് ബാക്കി വരും. ആ ബോണ്ടിൽ OH വന്നു. അതിന്റെ പേര് വന്നത്, ഈ കോമ്പൗണ്ട് പേര് വന്നത് എത്തനോൾ എന്നാണ്. എത്തനോൾ. സിമിലർലി 3 കാർബണുള്ള ഒരു കോമ്പൗണ്ട് CH3 CH2 CH3. ഇതിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ മൈനസ് ചെയ്തു. CH3 CH2 CH2 ഒരു ബോണ്ട് ബാക്കി, ഇവിടെ OH വന്നു. ഈ കോമ്പൗണ്ടിന്റെ പേരെന്ത് വരും? നിങ്ങൾ പറയും, ഈ കോമ്പൗണ്ടിന്റെ പേരെന്ത് വരും? പ്രൊപ്പനോൾ. സിമിലർ വേയിൽ നമുക്ക് പറയാം. എന്താ ചെയ്തത്? 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്തനോൾ എന്ന് വന്നു. 3 കാർബൺ ആയി കഴിഞ്ഞപ്പോൾ പ്രൊപ്പനോൾ എന്ന് വന്നു. പ്രൊപ്പനോൾ റൂൾ പറയാം കേട്ടോ, പ്രൊപ്പനോൾ എന്ന് വന്നു. ഇനി 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിലോ ഇത് വരും പേര് ബ്യൂട്ടനോൾ. 5 പെന്റനോൾ. 6 ഹെക്സനോൾ. നമുക്ക് ഇങ്ങനെ പേര് ഇങ്ങനെ കൊടുത്തു പോകാം. കുഴപ്പം തന്നെ എവിടെ വന്നത് അത് കാണിച്ചു തരാം. കുഴപ്പം വരാൻ പോണത് ഈ കോമ്പൗണ്ടില് സപ്പോസ് ഇങ്ങനെ വന്നു. ഈ കോമ്പൗണ്ട് എടുത്തോട്ടോ. ഈ കോമ്പൗണ്ടില് CH3 CH3 മിഡിലുള്ള ഒരു കാർബണാറ്റിക് ഹൈഡ്രജൻ പോയി, ഒരു ഹൈഡ്രജൻ പോയി. അപ്പൊ ഇവിടെയാണ് ബോണ്ട് വന്നത്, ഇവിടെ OH വന്നു. ഇതിന്റെ പേര് പ്രൊപ്പനോൾ എന്നല്ല. ഇവിടെ എന്താ വ്യത്യാസം വന്ന? ഈ 2 കോമ്പൗണ്ട് തമ്മിൽ എന്താ വ്യത്യാസം? ഫസ്റ്റ് വണ്ണും ഈ സെക്കൻഡ് വണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? നോക്കി പറയാലോ, എന്താ വ്യത്യാസം? ബ്രാഞ്ച് മാറി. ബ്രാഞ്ചിന്റെ പൊസിഷൻ മാറി അല്ലേ? പൊസിഷൻ ഇവിടെ നോക്കി. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഒരു എൻഡിലെ വന്നത്, ഒരു എൻഡിലാണ് OH വന്നത്. സെക്കൻഡ് കോമ്പൗണ്ടിൽ മിഡിലാണ് വന്നത്. ബ്രാഞ്ചിന്റെ പൊസിഷൻ മാറി. പൊസിഷൻ മാറുമ്പോൾ പേരും മാറും. പ്രൊപ്പനോൾ എന്ന് എഴുതാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് റൂളിലേക്ക് ഒന്ന് കിടക്കാം. റൂൾ എങ്ങനെയാ നോക്കാം. ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യണമെങ്കിൽ ഇതില് സിമ്പിൾ റൂൾസ് ആണ്, നമുക്കറിയാവുന്ന റൂൾസ് തന്നെയാണ്. ഫസ്റ്റ് റൂൾ എന്താ? നെയിമിങ്ങിൽ നമ്മൾ ആദ്യം പഠിച്ച റൂൾ എന്താ? ആദ്യത്തെ റൂള്, ഏറ്റവും ആദ്യം പഠിച്ച റൂൾ നോമൻക്ലേച്ചറിൽ കാർബൺ ആറ്റംസ് എത്രയുണ്ട് നോക്കാം. ഐഡന്റിഫൈ ദി നെയിം മെയിൻ ചെയിൻ. ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ഫസ്റ്റ് റൂൾ അതാണ് കേട്ടോ, ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ഈ കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ ഏതാ? സെക്കൻഡ് കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചെയിൻ അല്ലേ? സ്ട്രൈറ്റ് ആയിട്ടുള്ള ചെയിൻ ആണ് മെയിൻ ചെയിൻ. അപ്പൊ ഇതിന്റെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കും. ദിസ് ഈസ് ദ മെയിൻ ചെയിൻ. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? നമ്പർ ചെയ്യണം. നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. നമ്പർ ചെയ്തു. എങ്ങനെ നമ്പർ ചെയ്ത്? 2 രീതിയിൽ നമ്പർ ചെയ്തു കാണിക്കാം. 2 രീതിയിൽ നമ്പർ ചെയ്തു. 1 2 3 1 2 3. മൂന്നാമത്തെ റൂൾ എന്താ? സെലക്ട് ദി ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം containing a branch.
ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വന്നേക്കുന്നത് നോക്കി, OH എന്ന് പറഞ്ഞ ആളാണ് ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. OH വന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് എത്രയാണ്? എങ്ങനെ നമ്പർ ചെയ്താലും എത്രയേ കിട്ടുള്ളൂ? ലോവസ്റ്റ് നമ്പർ 2 ആണ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ 2 സെലക്ട് ചെയ്തു. ഇത്രയും വരെ സെയിം ആണ് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ റൂൾസ് വരെ സെയിം ആണ്. ഇനി ഞാൻ റൂൾ മാറാൻ പോകുന്നത്, നമ്മൾ ഇത്ര നേരം പഠിച്ച ഈ നോമൻക്ലേച്ചറിൽ എല്ലാവരും ആൽക്കൈൽ റാഡിക്കൽസ് ആണ് വന്നത്. ആൽക്കൈൽ റാഡിക്കൽസിന്റെ നോമൻക്ലേച്ചറിൽ അവരുടെ പേര് നമ്മൾ ആദ്യമാണ് എഴുതിയത്. ഏറ്റവും ആദ്യം അവരുടെ പേര് എഴുതിയത് 2-മീഥൈൽ, 2,2-ഡൈമീഥൈൽ, 2,4 ട്രൈമീഥൈൽ ആദ്യമാണ് എഴുതിയത്. വേർഡ് റൂട്ടിന് മുമ്പ് എഴുതിയത് പ്രിഫിക്സ് ആയിട്ട് എഴുതിയത്. അപ്പൊ ഞാൻ ആ പ്രിഫിക്സ് എന്ന് ടൈം യൂസ് ചെയ്യണം കേട്ടോ. ആൽക്കൈൽ റാഡിക്കൽസിന്റെ നെയിം നോമൻക്ലേച്ചർ നടത്തിയപ്പോൾ നമ്മൾ പ്രിഫിക്സ് ആയിട്ടാണ് അവരുടെ പേര് ഡിനോട്ട് ചെയ്തത്. ഇവിടെ ആൽക്കഹോൾസ് വന്നു. ആൽക്കഹോൾസ് വന്നു കഴിഞ്ഞാൽ ആൽക്കഹോൾസിന്റെ പേര് പ്രിഫിക്സ് ആയിട്ടല്ല എവിടെ ഡിനോട്ട് ചെയ്ത് നോക്കിക്ക്, ഈ പേരുകളിലൊക്കെ നോക്കി എവിടെ ചേഞ്ച് വന്നത്? അവസാനമല്ലേ? അവസാനം ഒരു ഓയിൽ കണ്ടോ? ഓയിൽ എവിടെയും കാണാത്തൊരു ഓയിൽ കണ്ടോ? ഈ ഓയിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിനെ കാണിക്കുന്നതാണ് ഈ ഓയിൽ. അപ്പൊ ആൽക്കഹോൾസ് വന്നു കഴിഞ്ഞാൽ ആൽക്കഹോൾസിന്റെ നോമൻക്ലേച്ചറിൽ വന്നത് സഫിക്സ് ആയിട്ടാണ്. സഫിക്സ് ആയിട്ടാണ് അവരുടെ പേര് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ പേരിന്റെ അവസാനം, ആ പേരിന്റെ ലാസ്റ്റ് സഫിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് OL. ആൽക്കഹോൾസിന് OL എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അത്രയൊക്കെ ഓക്കെയാണ്, നമുക്ക് എല്ലാം അതുവരെയൊക്കെ ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ ഒരു 2 കണ്ടുപിടിച്ചല്ലോ. ഈ 2 നമ്മൾ ഈ പേരിൽ ഉൾപ്പെടുത്തണം. ഇനി നിങ്ങൾ പറയാനുള്ള ചാൻസ് ആണ് കേട്ടോ. ആൽക്കൈൽ റാഡിക്കലിന്റെ നെയിമിംഗ് നടത്തിയപ്പോ നമ്പർ നമ്മൾ എവിടെ ഇട്ടത്? ആൽക്കൈൽ റാഡിക്കലിന്റെ പൊസിഷൻ നമ്പർ എവിടെ ഇട്ടത്? ആൽക്കൈൽ റാഡിക്കലിൽ ഇപ്പോ മീഥൈൽ വന്നു. മീഥൈലില് എത്രാമത്തെ പൊസിഷനിലാണ് മീഥൈലിൽ നിന്ന് നമ്മൾ എവിടെ ഇട്ടത് ആ നമ്പർ? ഫ്രണ്ടില്. മീഥൈലിന് മുമ്പാണ് ഇട്ടത്. മീഥൈലിന് മുമ്പ് അല്ലെങ്കിൽ ഈഥൈലിന് മുമ്പ് അല്ലെങ്കിൽ ഡൈമീഥൈലിന് മുമ്പ് ഇട്ടത്. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത് എന്തിനു മുമ്പാണെന്ന് അറിയാം? ഈ സഫിക്സിന് മുമ്പാണ്, ഓയിലിന് മുമ്പാണ്. ഓയിലിന് മുമ്പ് നമ്പർ ഇടും. ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റം വന്നു കഴിയുമ്പോൾ വേർഡ് റൂട്ട് എന്ത് വരും? പ്രൊപ്പ്. നിങ്ങൾ പറഞ്ഞതാണ് പ്രൊപ്പ് എന്ന് വന്നു. വേർഡ് റൂട്ട് എഴുതി. ഏത് ബോണ്ടാണ് മെയിൻ ചെയിനിൽ? അങ്ങോട്ട് കാണിച്ചാൽ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN എഴുതി, പ്രൊപ്പൈൻ എഴുതി. ഇനി ചേഞ്ച് വരാൻ പോണ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വന്നത് OH ആണ്. OH ബ്രാഞ്ച് ആയിട്ട് വന്നതുകൊണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു E- കളയും, പ്രൊപ്പൈൻ്റെ E കളയും. E കളഞ്ഞിട്ട് നമ്മൾ അവിടെ ആരാണ് ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് അയാളുടെ പേര്. ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് OL ആണ് കേട്ടോ. ഈ പേരിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വന്ന് പ്രൊപ്പനോൾ, എത്തനോൾ, മെത്തനോൾ, അതിൽ E ഉണ്ടോ? E ഇല്ല. E മൈനസ് ചെയ്തിട്ടാണ് ബ്രാഞ്ച് ആയിട്ട് വന്ന ആളുടെ പേര് എഴുതിയത്. ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വന്നത് OL ആണ്. ഞാൻ OL എഴുതി. ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. OL ഏത് പൊസിഷനിലാണ് എഴുതുന്നത്? OL ഏത് പൊസിഷനിലാണ് ഉള്ളത്? രണ്ടാമത്തെ പൊസിഷനാണ്. അപ്പൊ ഇവിടെ ഒരു നമ്പർ ഇട്ടു, 2 എന്ന് പറയുന്ന നമ്പർ ഇട്ടു. എവിടേക്ക് ഹൈഫൺ ഇടണേ? മുമ്പും ശേഷവും ഇടണം. നമ്പറും ആൽഫബറ്റും വന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ നിർബന്ധമായിട്ട് ഒരു ഹൈഫൺ വേണം. അപ്പൊ ഇവിടെ ഹൈഫൺ. കോമ്പൗണ്ടിന്റെ പേര് വന്നത് പ്രൊപ്പാൻ 2-ol. പ്രൊപ്പാൻ 2-ol. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാം, 2-പ്രൊപ്പനോൾ എന്നും പറയാറുണ്ട്. നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് 1 ഫോളോ ചെയ്താൽ മതി, സെക്കൻഡ് 1 എടുക്കണ്ട. അങ്ങനെ പറയാറുണ്ട്, 2-പ്രൊപ്പനോൾ എന്ന് പറയാറുണ്ട്. ഇനി ഇവിടെ ഈ കോമ്പൗണ്ട് നോക്കി, ഇവിടെ നമ്മൾ നമ്പറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിൽ നമ്പറിംഗ് എത്തനോൾ നോക്കിക്കേ. എത്തനോളിൽ നമ്പർ ചെയ്യേണ്ടത് നമ്മൾ. ഇതാണ് മെയിൻ ചെയിൻ. എത്തനോളിലെ മെയിൻ ചെയിൻ ഇതാണ്. മെയിൻ ചെയിനിൽ കാർബൺ മാത്രമായിട്ട് വരുള്ളൂ. ഓർത്തോളം കാർബൺ മാത്രമേ വരുള്ളൂ, OH വരില്ല മെയിൻ ചെയിനിൽ. മെയിൻ ചെയിനിൽ 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ഉള്ളതുകൊണ്ട് ഈത്ത് എന്ന് എഴുതി. സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്ന് എഴുതി. E മൈനസ് ചെയ്തു. ഇനി നമ്പർ ചെയ്യാനോട് ഇതിൽ നമ്പറിംഗ് ഉണ്ട്. നമ്പർ ചെയ്തു. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തു. ഏതാ ലോവസ്റ്റ് നമ്പർ? ബ്രാഞ്ച് വന്നിരിക്കുന്ന ലോവസ്റ്റ് നമ്പർ ഏതാ? 1 ആണ്. ഇവിടെ ശരിക്കും 1 ഉണ്ട് കേട്ടോ പിള്ളേരെ. 1 ഉണ്ട്. 1 ഓയിൽ ഉണ്ട്.
1 ആയതുകൊണ്ട് നമ്മൾ അതിനെ പർപ്പസ്ഫുള്ളി റിമൂവ് ചെയ്തു. എന്നിട്ട് അവരുടെ പേര് എത്തനോൾ എന്ന് എഴുതി. സിംപ്ലി എത്തനോൾ എന്ന് എഴുതി 1 ആയതുകൊണ്ട്. നമ്മൾ ഇനി പല സ്ഥലത്തും 1 ഒഴിവാക്കും. ഓൾറെഡി നമ്മൾ ഒഴിവാക്കിയത് കണ്ടതാണല്ലേ, എവിടെയോ കണ്ടതാണ്. ബ്യൂട്ടീന്റെ കേസിൽ, ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ കേസിൽ, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ കേസിൽ ഫസ്റ്റ് കാർബണിൽ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഒഴിവാക്കും. ഡബിൾ ബോണ്ട് അല്ല, നമ്പർ ഒഴിവാക്കും, 1 ഒഴിവാക്കും. ഇവിടെ അതുപോലെ തന്നെ 1 ഒഴിവാക്കി. 1 ആയതുകൊണ്ട് 1 ഒഴിവാക്കി, എത്തനോൾ എന്ന് എഴുതി. അതിന്റെ അകത്ത് ഇന്നർ മീനിങ് ഉണ്ട്, 1 ആണെന്നുള്ള ഇന്നർ മീനിങ് ഉണ്ട്. എത്തനോൾ എഴുതിക്കാൻ അതിന്റെ അർത്ഥം 1 ഉള്ളത്, അത് മനസ്സിലാക്കണത്, 1 ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്ന് റൂൾ എഴുതാം നമുക്ക് നോട്ട്ബുക്കിലോട്ട്. ഹെഡിങ് കൊടുത്തോ, ഫങ്ഷൻ ഗ്രൂപ്പിന് ഹെഡിങ് കൊടുത്തോ. താഴെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. താഴെ ഹൈഡ്രോക്സിൽ, ഹൈഡ്രോക്സിൽ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിക്കോട്ടെ. സ്പെല്ലിംഗ് ഉണ്ട് അവിടെ. സ്പെല്ലിംഗ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ സ്പെല്ലിംഗ് ഉണ്ട്. OH ഇടണം ബ്രാക്കറ്റിൽ. ഒരു ബോണ്ട് വേണം. അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ ആൽക്കഹോൾസ് എഴുതിക്കോട്ടോ. ആൽക്കഹോൾസ്. ആൽക്കഹോൾസ്. ഈ താഴെ ഫസ്റ്റ് തന്നെ എഴുതിക്കേ. നിങ്ങൾ എഴുതി വെച്ചോ 3 റൂള് സെയിം ആണെന്ന് എഴുതി വെച്ചു. ഏറ്റവും ആദ്യം പഠിച്ച ടോപ്പിക്കിലെ 3 റൂള് സെയിം ആണ്. സമയം ഉണ്ടെങ്കിൽ അല്ല എഴുതാം, അത്ര എഴുതണ്ടല്ലോ, പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യല്, മെയിൻ ചെയിനെ നമ്പർ ചെയ്യല്, ലോസ് നമ്പർ സെലക്ട് ചെയ്യല്, ഇത്രയും വരെ സെയിം ആണ് റൂൾസ്. ഈ താഴെ എഴുതിക്കോ, താഴെ എഴുതിക്കോ. വേർഡ് റൂട്ട് IUPAC നെയിം എഴുതിക്കോ. IUPAC നെയിം, IUPAC നെയിം, IUPAC നെയിം എഴുതുന്നത് ഫസ്റ്റ് വേർഡ് റൂട്ട്. ആദ്യം വേർഡ് റൂട്ട് എഴുതും. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കും. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സ്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? AND അല്ലെങ്കിൽ END അല്ലെങ്കിൽ YND കേട്ടോ. ഇതിൽ ഡബിൾ ബോണ്ട് വരാറുണ്ട്, പക്ഷെ നമുക്കത് പഠിക്കാനില്ല. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരും. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സിന്റെ മുകളിൽ തന്നെ എഴുതിക്കോ AND END YND, 3 വരാം. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് മൈനസ് E, മൈനസ് E മൈനസ് E ഒതുക്കി. സാർ അമീനെ സാർ ഞാൻ വാതിലും തുറന്നിട്ട് നമുക്കോട്ടെ ഒന്നിടാനാ അത് തുറന്നു കൊടുക്കാൻ. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് മൈനസ് E പ്ലസ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ പൊസിഷൻ. ഹൈഫൺ ഒന്നും എഴുതല്ല കേട്ടോ, ഹൈഫൺ ഇട്ടോളാം നിങ്ങളത്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് OL. OL ആൽക്കഹോൾസ് വന്നതുകൊണ്ട് OL എന്ന് ഡിനോട്ട് ചെയ്യും. പറഞ്ഞോ. ആ നമ്പർ കഴിഞ്ഞിട്ട് ഹൈഫൺ വേണം. ഹൈഫൺ ഞാൻ പറയാനില്ലെന്നുള്ളൂ, എഴുതാൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇട്ടാൽ മതി പേര്. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് മൈനസ് E പ്ലസ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് OL. കഴിഞ്ഞില്ലേ? എന്നിട്ട് ഈ എക്സാമ്പിൾ എഴുതി വെച്ചു. പ്രൊപ്പനോളുടെ എക്സാമ്പിൾ എഴുതി വെച്ചു. സോറി, പ്രൊപ്പാൻ 2 ഓളുടെ എക്സാമ്പിൾ എഴുതി വെച്ചു. അവിടെ ഒരു ഇമ്പോർട്ടന്റ് എഴുതിയിട്ട് അതും കൂടി എഴുതിക്കോട്ടോ. ആൽക്കഹോൾസിന്റെ നെയിം വന്നത് സഫിക്സ് ആയിട്ടാണ്, ആഫ്റ്റർ വേർഡ് റൂട്ട്, അതും കൂടി എഴുതി വെച്ചു. ആൽക്കൈൽ റാഡിക്കൽസിന്റെ പ്രിഫിക്സ് ആയിരുന്നു, ആൽക്കഹോളിന്റെ സഫിക്സ് ആണ്.
അമീന് ഞാനിപ്പോ റൂള് പറഞ്ഞു, റൂൾ ഒന്നും കൂടി എഴുതിയെടുത്തോ. വേർഡ് റൂട്ട് ശ്രദ്ധിച്ചോട്ടോ, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് മൈനസ് ഇ പ്ലസ് പൊസിഷൻ ഓഫ് ബോണ്ട്, സോറി പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ബോണ്ട് അല്ല, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഓയിൽ. ഒരു കേസും കൂടി എഴുതാൻ പറഞ്ഞു. ആൽക്കഹോൾസ് വന്നു കഴിഞ്ഞാൽ സഫിക്സ് ആയിട്ടാണ് IUPAC നെയിം എഴുതുന്നത്. സഫിക്സ് പറഞ്ഞോ. മാർക്ക് കിട്ടൂല കേട്ടോ. പ്രോപ്പ് ടു ഓയിലിന് എഴുതിയ മാർക്ക് കിട്ടൂല. പ്രൊപ്പാൻ തന്നെ എഴുതണം. പ്രൊപ്പാൻ എക്സാമ്പിൾ അങ്ങനെ എഴുതി വെച്ചോ. അങ്ങനെ എഴുതിയ മാർക്ക് കിട്ടില്ല. അത് സിംഗിൾ ബോണ്ട് കാണിക്കുന്ന അവിടെ. ഏത് ബോണ്ട് വേണമെങ്കിലും ആകാം, ഡബിൾ ബോണ്ട് ഒക്കെ ആകാം. നമ്മൾ പഠിക്കില്ലാന്നുള്ളൂ ഫ്രണ്ടിൽ. സുഖമായിട്ട് എഴുതാം നിങ്ങൾക്ക്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും? ഈ ഒരു അവിടെ EN വരും. അത്ര വ്യത്യാസമുള്ളൂ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ EN വരും. അപ്പൊ പ്രൊപ്പീൻ ടു ഓൾ എന്ന് വായിക്കും. പ്രൊപ്പീൻ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YN വരും. പ്രൊപ്പൈൻ ടു ഓൾ അല്ലെങ്കിൽ 1 ഓൾ ഇങ്ങനെ വരും. നമുക്കത് പഠിക്കാനില്ലാന്നുള്ളൂ. ഇനി ഒരു കേസും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ആൽക്കഹോൾസിന്റെ പേര് സഫിക്സ് ആയിട്ട് വരും എന്നല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ ഈ പഠിക്കുന്ന കോമ്പൗണ്ട്സ് എല്ലാം സിമ്പിൾ കോമ്പൗണ്ട്സ് ആണ്. സിമ്പിൾ കേസസ് എല്ലാ കോമ്പൗണ്ട്സിനും പഠിക്കും. ഇനി അടുത്ത ഹയർ സ്റ്റഡീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് മാത്രമേ ആയിരിക്കും വരും. പല പല ബ്രാഞ്ചസ് വരും. പല ഡിഫറെന്റ് ടൈപ്പ് ബ്രാഞ്ചസ് വരും. OH വരും, പിന്നെ മീഡിയൽ ബ്രാഞ്ചും വരും, ചിലപ്പോൾ EDL ബ്രാഞ്ചും വരും. അങ്ങനെ പല പല ബ്രാഞ്ചസ് അറ്റ് എ ടൈം വരും. അപ്പോൾ അതിനൊക്കെ റൂളൊക്കെ ഉണ്ട് കേട്ടോ, നെയിമിംഗ് ഒക്കെ ഉണ്ട്. ഈ സഫിക്സ് ആയിട്ടും വരാറ്. ആൽക്കഹോൾസിന്റെ പേര് സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതും, പ്രിഫിക്സ് ആയിട്ടും എഴുതും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കോമ്പൗണ്ടിന് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 2-ഹൈഡ്രോക്സി പ്രൊപ്പേൻ. കറക്റ്റ് ആണ്. ഈ രണ്ട് പേരും കറക്റ്റ് ആണ്. പ്രിഫിക്സ് ആയിട്ട് എഴുതാറുണ്ട്, പക്ഷെ മിക്ക കേസിലും സഫിക്സ് ആയിട്ട് എഴുതും. പക്ഷെ ആൽക്കൈൽ റാഡിക്കലിന് പ്രിഫിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. മീത്തൈൽ ഈത്തൈലിന് പ്രിഫിക്സ് മാത്രം, സഫിക്സ് ഇല്ല. നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. മനസ്സിൽ ഒന്ന് ഇരുന്നോട്ടെ. ഇതിന് സഫിക്സും ഉണ്ട് പ്രിഫിക്സും ഉണ്ട് ആൽക്കഹോൾസ്. നമ്മൾ സഫിക്സാ പഠിക്കണുള്ളൂ. ഓയിലിന് എഴുതുന്ന കേസ് മാത്രം നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ എഴുതിയോ? ഈ എക്സാമ്പിൾ എഴുതിയോ? പ്രൊപ്പാൻ ടു ഓൾ. വേറൊരു എക്സാമ്പിൾ എഴുതി വെക്കാം. ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഈ മോഡിൽ വരില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. CH3 എഴുതി വെക്കേ. 2 OH ഒന്നുമില്ലേ? എഴുതി നോക്കിക്കേ. നിങ്ങൾ ഇതുവരെ പഠിച്ച ഐഡിയ വെച്ചിട്ടൊന്ന് എഴുതി നോക്കിക്കേ. അവിടെ തന്നെ എഴുതി വെച്ചോട്ടോ. വരില്ല എന്ന് എഴുതി വെച്ചോ. ഇത് പഠിക്കണ്ടേ? അതില്ലാത്ത പ്രോബ്ലം ആണ്. ഇപ്പൊ എളുപ്പം തൊട്ടത് പഠിച്ചാലൊന്നും ചുമ്മായിക്കൂലേ. കഴിഞ്ഞു. ബിലാലെ പറഞ്ഞേ. ബ്യൂട്ടേൻ AN 2,3 ഓൾ 2,3 ഓയിൽ. ശരിയാണോ? ഒരു കാര്യം വിട്ടു കേട്ടോ. ഒറ്റ കാര്യം വിട്ടു. ഡൈ ആണോ? ഡൈ സെയിം ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഡൈ ട്രൈ ഒക്കെ യൂസ് ചെയ്യണം. ഡൈ ഓൾ ഫേസ് ഒന്നും ഇല്ല കേട്ടോ. ഡൈ ഓൾ. ബ്യൂട്ടാൻ 2,3 ഡൈ ഓൾ. മെയിൻ ചെയിൻ സ്ട്രൈറ്റ് ചെയിൻ ആണ്, വേറെ ഒന്നും നോക്കാനില്ല. നമ്പർ ചെയ്യും ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റും എങ്ങനെ നമ്പർ ചെയ്താലും 2-3 വരുള്ളൂ. ഇതിൽ സമ്മ നോക്കണം കേട്ടോ. ഇതിൽ സമ്മ നോക്കണം. മോർ ദാൻ 1 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ സമ്മ നോക്കണം. ലോവസ്റ്റ് സമ്മ എടുക്കേണ്ടത്. അപ്പൊ സമ്മ വരും അവിടെ. ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ പഠിച്ച റൂൾസ് ഒക്കെ എല്ലാം സെയിം ആണ്. ചെറിയ ചേഞ്ചസ് വരുള്ളൂ IUPAC നെയിമിംഗിൽ.
വേറൊരു എക്സാമ്പിൾ. ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ തന്നിട്ട് കാര്യമില്ല, എന്നാലും നമുക്ക് ചെയ്തു നോക്കാന്നുള്ളൂ. ഇത് ചെയ്തു. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. അബിൻ പറഞ്ഞോ. അബിൻ സർ ബ്യൂട്ടൻ 2 ഓയിൽ. ബ്യൂട്ടാൻ 2 ഓൾ ശരിയാണോ? അതെ, ബ്യൂട്ടാൻ 2 ഓൾ. 4 കാർബൺ ആറ്റംസ്. സെക്കൻഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. 1 2 3 4. 1 2 3 4 സെക്കൻഡ് പൊസിഷനിലാണ് ലോവസ്റ്റ് നമ്പർ വന്നേക്കുന്നത്. 2 എടുക്കും. ബ്രാഞ്ച് OH ആണ്, അതുകൊണ്ട് ഓയിൽ എടുക്കും. ബ്യൂട്ടാൻ 2 ഓൾ. 2 ബ്യൂട്ടനോളും ശരിയാണ്, പക്ഷെ ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. 2 ബ്യൂട്ടനോളും ശരിയാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. 2 ബ്യൂട്ടനോൾ എന്ന് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ തവണ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവില്. ഇനി തിരിച്ചുണ്ട് കേട്ടോ. ഇതും തിരിച്ചും നമുക്ക് ചെയ്യാം. ഇത് നമ്മളിപ്പോ എന്താ IUPACന്റെ മേലെ എഴുതിയത്. അല്ലെങ്കിൽ IUPACന്റെയും വന്നിട്ട് അതിന് സ്ട്രക്ചർ ചെയ്താലും ചോദിക്കും. അത് രണ്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാം. പെന്റാൻ 3 ഓൾ എന്ന് വരച്ച് വന്ന്. പെന്റാൻ 3 ഓൾ. പെന്റാൻ 3 ഓൾ. പെന്റാൻ 3 ഓൾ. അപ്പൊ ആദ്യം വേർഡ് റൂട്ട് നോക്കണം. എത്ര കാർബൺ എന്ന് എഴുതണം. ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. ബാക്കിയൊക്കെ വാല്യൂസ് കംപ്ലീറ്റ് ചെയ്യും. സിമ്പിൾ ആണ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ബ്രാഞ്ച് OH സൈഡിലും വരും. ശ്രദ്ധിച്ചോ? പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച ആൽക്കൈൽ റാഡിക്കൽ സൈഡിൽ വന്നതിന് എന്ത് സംഭവിക്കും? അത് മെയിൻ ചെയിനിൽ പെട്ടു അല്ലെ? ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പൗണ്ട് CH3 CH2 CH2 CH3, ഇതിന്റെ പേരെന്താ? ബ്യൂട്ടൈൻ അല്ലെ? ബ്യൂട്ടൈൻ എന്ന പേര്. ഒരു ബ്രാഞ്ച് ഇവിടെ വന്നു. ബ്രാഞ്ച് ഇവിടെ വന്നു കഴിഞ്ഞാല് പേരെന്താവും? 2-methyl ബ്യൂട്ടൈൻ അല്ലെ? 2-methyl ബ്യൂട്ടൈൻ വരും. ഇത് പെട്ടെന്ന് പറയാൻ പറ്റില്ല ലെവലിൽ എത്തൂട്ടോ. പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് ആ സ്പീഡിൽ എത്തും. നമ്പറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് 2-methyl ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ പേര് പറയാൻ പറ്റും. ആ സ്പീഡ് ആകുന്നുണ്ട്, ഉറപ്പാണ്. ഇപ്പൊ ആവണമെന്നില്ല. ഇനി പ്ലസ് 1 കഴിയുമ്പോൾ കുറെ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ആദ്യം മുതൽ ഒന്നുകൂടി പഠിക്കും കേട്ടോ. രസം. ആദ്യം മുതൽ പഠിക്കും. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് 1 ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ അത്രയും ചാപ്റ്റർ പഠിച്ചിരുന്നെങ്കിൽ ഇതൊന്നുകൂടി പഠിക്കും. കുറച്ചുപേര് മറന്നു കൂട്ടോ. ഇവിടുന്ന് തന്നെ മറന്നു. 10ാം ക്ലാസ്സിൽ വെക്കേഷൻ ഒക്കെ അയക്കുമ്പോൾ എല്ലാം മറന്നു. കുറച്ചു പേർക്ക് നല്ല ഓർമ്മയുണ്ടാവും. അവർക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഓർത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ചാപ്റ്റർ രണ്ടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ ചാപ്റ്ററിന്റെ ഒരു 3/4 ഭാഗം ഇത് തന്നെയാണ്. ഈ നോമൻക്ലേച്ചർ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അത്രയും നേരം വെറുതെ ഇങ്ങനെ ഇരിക്കാം. കൈ കെട്ടി പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ഫസ്റ്റ് കൈവൊക്കെ ഇങ്ങനെ ഇരിക്കാം. സ്കൂളില് പ്രോബ്ലം തന്നാൽ അത്രയും നേരം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് എന്തൊക്കെ ഗുണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ. മോൾ കോൺസെപ്റ്റും അത് തന്നെയാണ് കേട്ടോ. മോൾ കോൺസെപ്റ്റ് പ്ലസ് 1 കടന്നു കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ കുറവാണ്. നമ്മൾ ഈ 10th പഠിച്ച, ഞാൻ ആ ബിഗ് ഷോപ്പറിന്റെ കേസ് പറഞ്ഞത്, അതൊന്നും പ്ലസ് 1 കയറി കഴിയുമ്പോൾ ആരും പറഞ്ഞുതരാൻ പോകില്ല. സമയം എടുത്ത് പറഞ്ഞുതരാൻ പോകില്ല. ഡയറക്റ്റ് കൺസെപ്റ്റ് പ്ലസ് 1 കയറി കഴിയുമ്പോൾ പ്ലസ് 1 പാടാണ്. ഞാൻ സയൻസ് എടുക്കാൻ പോകുന്ന പറഞ്ഞ ആൾക്കാർ കുറച്ചുപേര് ഓടി സെക്കൻഡ് ചാപ്റ്ററിലോട് പറഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് കുറച്ചുപേർ എങ്ങനെയാണ്. സെക്കൻഡ് അല്ല, ഫസ്റ്റ് ചാപ്റ്റർ ആണ് മോൾ കോൺസെപ്റ്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഹാഫ് ആയി കുറച്ചു പേർക്ക് മോൾ കോൺസെപ്റ്റ് കാണുമ്പോൾ തന്നെ പേടിയായിട്ട് കെമിസ്ട്രി നിർത്തിപ്പോകും. സയൻസ് മാറി ബാച്ച് ചേഞ്ച് ചെയ്തു പോകും, കൊമേഴ്സിലോട്ട് പോകും. മോൾ കോൺസെപ്റ്റ് നമുക്കറിയാലോ എളുപ്പമാണെന്ന്. ഇവിടെ മനസ്സിലായില്ലേ 10th വെച്ചിട്ട്. ഇത് തന്നെ അവിടെയും പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ എക്സ്ട്രാ ലെവലൊന്നും ഇല്ല മോൾ കോൺസെപ്റ്റില്. ഇത് തന്നെ ഇതിന്റെ എക്സ്ട്രാ ഒന്നും ഇല്ല.
കുറെ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളൂ, ആപ്ലിക്കേഷൻ മാറുമെന്നുള്ളൂ. ഈ ലെവലിൽ തന്നെ അവിടെയും പഠിക്കാൻ പോകുന്നത്. CBSE-കാർക്ക് അങ്ങനെയല്ല കേട്ടോ. CBSE-ക്ക് മോൾ കോൺസെപ്റ്റ് പഠിക്കുന്നില്ല 10th. അവർ +1 പാടി വരും. +1 ആദ്യം മുതൽ, ഇനി +1 ചില ടീച്ചേഴ്സ് ആദ്യം മുതൽ ബേസിക് ഒക്കെ പറഞ്ഞു, ചിലർ ഡയറക്റ്റ് തുടങ്ങും മോൾ കോൺസെപ്റ്റ്. തുടങ്ങി കഴിയുമ്പോൾ ഒന്നും പഠിക്കില്ല. അപ്പൊ തന്നെ അവരുടെ മനസ്സിൽ കെമിസ്ട്രി പാടാന്നുള്ള ഐഡിയ അപ്പൊ തന്നെ കിട്ടും. ചാപ്റ്റർ തന്നെ ആദ്യം പറയുന്നത് കെമിസ്ട്രി എളുപ്പമാണ്, അത് അതിന്റെ രീതിയിൽ പഠിച്ച എളുപ്പമാണ്. ഓരോ സബ്ജക്റ്റിനും ഒരേ രീതിയുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ എല്ലാ സബ്ജക്റ്റും എളുപ്പമാണ്. എല്ലാ സബ്ജക്റ്റും എളുപ്പമാണ്. ഈ ഒരു സബ്ജക്ട് പാടാക്കുന്നത് ഒന്നല്ലെങ്കിൽ ആ ടീച്ചറിന്റെ ഒരു ടീച്ചർ അത്ര രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ആ സബ്ജക്ട് നിങ്ങൾ പാടാക്കി. അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക് എന്തെങ്കിലും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ആ സബ്ജക്ട് പാടാക്കി. കാര്യം പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും എളുപ്പമാണ്, ആ പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യും ആ സബ്ജക്ട്. പറഞ്ഞു വന്നത് ഇവിടെ ഈ കേസിൽ ഈ കോമ്പൗണ്ടിന്റെ പേര് വന്നത് 2-methyl butane എന്നാണ്. 2-methyl butane. സപ്പോസ് ഈ ബ്രാഞ്ച് ഇവിടെ വന്നില്ല, പകരം ഇവിടെ വന്നു, CH2CH3. ഇതിന്റെ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ കൂട്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ലല്ലോ, മെയിൻ ചെയിലല്ലേ കൂട്ടുന്നത്. പക്ഷേ ഇതിനെ മെയിൻ ചെയിലല്ലേ കൂട്ടുന്നത്. പക്ഷേ ഇവിടെ CH3ക്ക് പകരം ഇവിടെ OH വന്നെങ്കിലോ അതിന് ബ്രാഞ്ചായിട്ടല്ലേ കൂട്ടുള്ളൂ, മെയിൻ ചെയിലിൽ കൂട്ടില്ലല്ലോ. അത്ര ഉള്ളൂട്ടെ കേസ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആൽക്കഹോൾസിന് എൻഡിലും വരാം ബ്രാഞ്ചായിട്ട്, ആൽക്കഹോൾസിന് എൻഡിലും വരാം, മിഡിൽ ഏത് കാർബണേറ്റിലും വരാം. പക്ഷെ ആൽക്കൈൽ റാഡിക്കലിന് അങ്ങനെയല്ല. ആൽക്കൈൽ റാഡിക്കലിന് സെന്റർ ആ ഒരു മിഡിലുള്ള കാർബണേറ്റംസിലാണ് ബ്രാഞ്ചസ് ആയിട്ട് വരാൻ. എൻസിൽ വരാൻ പറ്റില്ല. എൻസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ നമ്മളതിന് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. പെന്റാൻ 3 വരച്ചോ? 5 കാർബൺ ആറ്റംസ്, 3rd പൊസിഷനിൽ OH വരും. ബാക്കി ബാലൻസിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ CH3, CH2, CH, CH2, CH3, സെന്ററിൽ OH. ലെറ്റസ് അസസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റസ് അസസില് എളുപ്പമായി പോയല്ലോ, GFG. അത് തന്നെയല്ലേ അത്, പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറെ എഴുതി വെച്ചോ? എളുപ്പമായി പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. പേര് അത് തന്നെ എഴുതി വെച്ചോ. പെൻടാൻ 3-ol, സെയിം കോമ്പൗണ്ട്. പെൻടാൻ 3-ol ആണത്. ഇനി ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്ത്, ടെക്സ്റ്റ് ബുക്കിൽ ആ ടോപ്പിക് എടുത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ടോപ്പിക് ഒന്നും എടുത്ത് പെട്ടെന്ന് വായിച്ചു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആവശ്യമില്ലല്ലോ. അത് ഫങ്ഷണൽ ഗ്രൂപ്പ്. Carbon and hydrogen are not only the elements present in organic compounds. ആദ്യമേ പറഞ്ഞതാണ്, കാർബണും ഹൈഡ്രജനും മാത്രമല്ല ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ളത്. വേറെ കുറെ ആൾക്കാർ വരാം, ഓക്സിജൻ വരാം, നൈട്രജൻ വരാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വരാം. ഇതവിടെ പറഞ്ഞിരിക്കുന്നത് there are other atoms, വേറെ ആറ്റംസ് വരാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വരാം, present in the place of hydrogen. ഹൈഡ്രജന് പകരം ആറ്റംസ് വരാം, വേറെ ആറ്റംസ് വരാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വരാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ്, ഓക്സിജനും ഹൈഡ്രജനും ഉള്ള ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ്. ഇനി അടുത്ത് നമ്മൾ ക്ലോറിൻ വന്നത് പഠിക്കും, അതൊരു ആറ്റമാണ്. ഫ്ലോറിൻ വന്നത് പഠിക്കും, അതൊരു ആറ്റമാണ്. COOH അതൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ്. ഇപ്പൊ സിംഗിൾ ആറ്റത്തിനും വരാം ഹൈഡ്രജന് പകരം, ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനും വരാം ഹൈഡ്രജന് പകരം, ഒരു ഹൈഡ്രജന് പകരം. ഞാൻ പറഞ്ഞ ഐഡിയ എനിക്ക് മനസ്സിലാക്കുന്നത്, ഹൈഡ്രജന് പകരമാണ്. സാധാരണ ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ ഒരു ബോണ്ട് ബാക്കി വരും, ആ ബോണ്ടിലാണ് വരുന്നത്. അല്ലെങ്കിൽ അത് മെയിൻ ചെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും വരുന്നത്. For example, methanol is a compound in which a hydrogen atom is in methane is replaced with OH group. ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് OH ഗ്രൂപ്പ് മെത്തനോൾ. ഫസ്റ്റ് കേസ് നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് കേസ് മെത്തനോൾ CH4. ഇത് CH4 ഒരു ഹൈഡ്രജന് പകരം OH group മെത്തനോൾ ആയി. Similarly, the compound HCOOH അത് പിന്നെ നോക്കാം കേട്ടോ, അത് ഇപ്പൊ നോക്കണ്ട, അത് ആ ടോപ്പിക് പഠിക്കുമ്പോൾ നോക്കാം. താഴെ the chemical and physical properties of methane are quite different from those of methanol. മെത്തനോളിന്റെയും മീഥേന്റെയും പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. താഴെ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുകയാണ്. ഇത് പഠിക്കണോട്ടോ, ഡെഫിനേഷൻ ആയിട്ട് പഠിക്കണം. ചോദിച്ചിട്ടുണ്ട്, ABC പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഒരെണ്ണത്തിലെ നെയിമിങ്, ഒരെണ്ണത്തിലെ വാട്ട് ഈസ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത് ഒരു കോമ്പൗണ്ട് തരും നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരും. ഈ ഒരു കോമ്പൗണ്ട് വന്നിട്ട് എ പാർട്ടായിട്ട് ചോദിക്കും വിച്ച് ഈസ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പൊ എന്ത് എഴുതും ആൻസർ? വിച്ച് ഈസ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഇറ്റ്. എന്ത് എഴുതും ആൻസർ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നേക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആൽക്കഹോൾ. ഇനി ആ ഓയിസും കൂടി എഴുതാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് തന്നെ എഴുതണം കേട്ടോ, ആൽക്കഹോളിന് എഴുതരുത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് എഴുതണം. ആൽക്കഹോളിന് എഴുതിയാൽ ചിലർ മാർക്ക് വരും, പക്ഷെ എല്ലാവരും മാർക്ക് തന്നിട്ടില്ല. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആൽക്കഹോൾ, ഓയിസ്, ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇനി അടുത്ത ബി പാർട്ടായിട്ട് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇത് എഴുതണം, ഈ പറഞ്ഞ കാര്യം എഴുതണം. മൂന്നാമത്തെ സി പാർട്ടായിട്ട് ചോദിക്കുന്നത് റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ വരാൻ പാടില്ല. അല്ലാതെ എല്ലാ കുറെ കോമ്പൗണ്ട് എന്നിട്ട് പേര് എഴുതിക്കോളാൻ പറയില്ല. ആ രീതിയുണ്ട്, ഞാനിപ്പോ പറഞ്ഞ രീതിയുണ്ട്. ആ രീതി കുറവാണ്. കുറെ കോമ്പൗണ്ട് എന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറയുന്നത് കുറവാണ്. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലോട്ട് മാറും. നമുക്ക് നോക്കാം. ഇപ്പോ എന്തായാലും ഒരു വീക്ക് കൊണ്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ കൂടി തീരും കേട്ടോ. ചാപ്റ്റർ ഒരു വീക്ക് മതി. ഒരു വീക്ക് ഫുള്ളി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ തീരും. പിന്നെ നമ്മള് കുറച്ച് നാൾ ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതും. എല്ലാ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും. ഫസ്റ്റ് മുതൽ, ആദ്യം മുതൽ റിവിഷൻ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതാണ് പണി കിട്ടാൻ പോകുന്നത്. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ പേടിക്കാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പഠിക്കണം എന്നുള്ള ടൈം ആകുമ്പോൾ വർക്ക് കൂടും. ആ സമയത്ത് വർക്ക് കൂടുന്നതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ മുതലേ ബൈ വീക്കിലേക്ക് പഠിച്ച് വരാൻ പറയുന്നത്. സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയം എടുത്ത് പഠിക്കു പിള്ളേരെ എന്ന് പറയുന്നത്. ആ സമയമാകുമ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടി വരും. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് മാത്രമല്ലല്ലോ, ബാക്കി 7 സബ്ജക്റ്റില്ലേ, എല്ലാം കൂടി ഒരു സമയത്ത് വരും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ സബ്ജക്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ആദ്യം മുതലേ ഇങ്ങനെ പഠിച്ചു വരുവാണെങ്കിൽ ലാസ്റ്റ് ജസ്റ്റ് ഒരു റിവൈസ് ചെയ്താൽ മതി. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും, മനസ്സിലായി. Functional group. The presence of certain atom or group of atom imparts certain characteristic property to organic compound. ഒരു ആറ്റം, certain atom അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു certain പ്രോപ്പർട്ടീസ് ഇമ്പാർട്ട് ചെയ്യും. ഓർഗാനിക് കോമ്പൗണ്ട് പല പല പ്രോപ്പർട്ടീസ് ഉണ്ടാകും. They are called functional groups. ഇങ്ങനെ തന്നെ പറയണമെന്നില്ല, ചെറിയ ചേഞ്ച് ഒക്കെ വരുത്താട്ടോ ഇതില്. The presence of atom or group of atom മേക്ക് ദി, അങ്ങനെ പറയണ്ട. ശരിക്കും കുറച്ചും കൂടി എളുപ്പമുള്ള ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത് തന്നെയാണ്. നിങ്ങളുടെ വേർഡ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അവരുടെ പ്രസൻസ് ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യും എന്നുള്ള ഐഡിയ മതി ആ ഒരു ഡെഫിനിഷനിൽ. ഇതിന് താഴെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH, അതിന് നേരെ തന്നെ ആൽക്കഹോൾ എന്ന് എഴുതിക്കോട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. ആൽക്കഹോൾ എന്ന് എഴുതിക്കും. ആൽക്കഹോൾസ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കഹോൾസ്. താഴെ പറയുന്നുണ്ട് see some compounds containing OH group CH3OH, CH3, CH2OH. The presence of an OH group, the carbon chain, is the reason for the important properties of this compound. Therefore, OH group can be considered as a functional group. OH ഗ്രൂപ്പിനെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ചുമ്മാ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആക്കി ആക്കുമല്ല. OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇവരെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവുക. പക്ഷെ CH3 വന്നു കഴിഞ്ഞാൽ CH3 ബ്രാഞ്ച് ആയിട്ട് വന്നു, പ്രത്യേക പ്രോപ്പർട്ടീസ് ഒന്നും അതിലുണ്ടാവില്ല. പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? OHന് പകരം CH3 ബ്രാഞ്ച് വന്നു, മീഥൈൽ ബ്രാഞ്ച് വന്നു. മീഥൈൽ ബ്രാഞ്ച് വന്നു കഴിയുമ്പോൾ വേറെ പ്രത്യേക പ്രോപ്പർട്ടീസ് ഒന്നും ഇതിലുണ്ടാവില്ല. ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. പക്ഷെ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ പ്രോപ്പർട്ടി ഉണ്ടായി, ഇതുവരെ കാണാത്ത ഒരു പ്രോപ്പർട്ടി ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ അതിനെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആക്കി. എല്ലാവരും ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല. CH3 ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല, ആൽക്കൈൽ റാഡിക്കൽസ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിന്റെ വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ഓർക്കും? പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൽക്കഹോൾസിന്റെ കേസ് എടുക്കാം.
മീതേനും ആൽക്കഹോൾ കൊടുക്കാം. മീതേൻ CH4 ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മീതേൻ. മീതേൻ ഒരു ഗ്യാസ് ആണ്, പറഞ്ഞിട്ടുണ്ടോ അത്? ഇല്ല. മീതേൻ CH4 എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആണ്. മെത്തനോൾ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ്. പ്രോപ്പർട്ടി വ്യത്യാസം കണ്ടോ? ഒരാൾ ഗ്യാസ് ആണ്, മറ്റേ ലിക്വിഡ് ആണ്. ഗ്യാസ് ആയതുകൊണ്ട് ഇത് കമ്പസ്റ്റബിൾ ആണ്. മീതേൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും, സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കുമ്പോൾ. പക്ഷെ മെത്തനോളും തീ പിടിക്കും, അതിന് കമ്പസ്റ്റബിൾ എന്നല്ല പറയുന്നത്, ഫ്ലെയിമബിൾ എന്ന് പറയുന്നത്. അതറിയാൻ പാടില്ലേ? ഒരു ലിക്വിഡ് ബേൺ ചെയ്യണമെങ്കിൽ അതിന് ഫ്ലെയിമബിൾ എന്ന് പറയുന്നത്. പെട്രോൾ ഫ്ലെയിമബിൾ എന്ന് പറയുന്നത്, പെട്രോൾ ഡീസൽ ലിക്വിഡ് ആയതുകൊണ്ട്. പക്ഷെ ഒരു ഗ്യാസ് ഹൈഡ്രജൻ നമ്മൾ എന്താ പറയുക? ഫ്ലെയിമബിൾ എന്ന് പറയുക, കമ്പസ്റ്റബിൾ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ചേഞ്ചസ് ഉണ്ട് പ്രോപ്പർട്ടീസിൽ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മീതേൻ നമ്മൾ യൂസ് ചെയ്യണത് വേറെ യൂസിനാണ്. നമുക്ക് ഗ്യാസും കൊണ്ടുള്ള യൂസിനാണ്. ചിലപ്പോൾ മീതേൻ ഗ്യാസ് ഈ ബയോഗ്യാസ് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ബയോഗ്യാസ് പ്ലാന്റ് മീതേൻ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യും. മീതേൻ ബയോഗ്യാസ് പ്ലാന്റ് വഴി ആ ഒരു ട്യൂബിക്കടോ മറ്റേ മീതേൻ ഗ്യാസ് ആണ്. മീതേൻ കുക്കിങ്ങിന് യൂസ് ചെയ്യും, കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യും. മെത്തനോൾ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മെത്തനോളിന്റെ യൂസ് വരുന്നത് ലബോറട്ടറിയിലാണ്. അതാണ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം എന്ന് പറഞ്ഞത് കേട്ടോ. പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. ഇനി ആസിഡ് ആയിരിക്കുമ്പോൾ COOH വന്നു കഴിയുമ്പോൾ ആസിഡ് ആവും. ആസിഡ് അപ്പൊ വേറെ യൂസിന് യൂസ് ചെയ്യും. പല പല ആൾക്കാരും അനുസരിച്ച് പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ യൂസ് മാറിക്കൊണ്ടിരിക്കും. The compound having OH hydroxyl as the functional group are commonly called alcohols. Alcohols എന്ന് വിളിക്കും. The name of alcohol is done by replacing E from the name of the corresponding alkane with oil. E ക്ക് പകരം oil എഴുതും. Alkane minus E plus oil, alkanol. Ethane minus E plus oil, ethanol. താഴെ കോമ്പൗണ്ടിന്റെ പേര് എഴുതിക്കോ. CH3, CH2, CH2OH. പേര് എഴുതിക്കോ. പേര് വന്നത് 3 കാർബൺ എഴുതിയത് ഓൾറെഡി. ഇത് വരും ഷഹാൻ. കോമ്പൗണ്ട് പേര് പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ, രണ്ടും സെയിം ആണ്. അതിന്റെ മോളിക്കുലർ ഫോമിൽ ഒന്ന് എഴുതിയ കോമ്പൗണ്ട്. മോളിക്കുലർ ഫോമിൽ എന്ത് വരും? അലമീന്. മോളിക്കുലർ ഫോമിൽ എന്ത് ചെയ്യും ആ കോമ്പൗണ്ട്? അലമീൻ. സാർ മോളിക്കുലർ ഫോമിൽ എന്ത് വരും? C3H8 C3H8 0. സീറോ അല്ല, ഓക്സിജൻ ആണ് കേട്ടോ. O ആണ്, സീറോ അല്ല. C3H8O. ഇതിനെ C3H8O എന്ന് എഴുതാറുണ്ട്, C3H8O എന്ന് എഴുതും, C3H7OH എന്ന് എഴുതും കേട്ടോ. ഇങ്ങനെ എഴുതുന്നത് OH ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. OH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 രീതിക്ക് എഴുതാറുണ്ട്. നിങ്ങൾ ഇത് പ്രിഫർ ചെയ്താൽ മതി. കുറച്ച് ഫസ്റ്റ് വൺ എഴുതിയാൽ മതി, സെക്കൻഡ് വൺ എഴുതണ്ട. ഇങ്ങനെ കാണിക്കാറുണ്ടെന്ന് പറഞ്ഞതാണ്. ഇതിന് താഴെ വേറൊരു കോമ്പൗണ്ട്, 2 കോമ്പൗണ്ട് ഉണ്ട്. CH3 സെൻട്രൽ OH. അതിന്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? സെയിം അല്ലേ? സെയിം ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു? ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹിയർ ദി പൊസിഷൻ ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ചസ്. ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഫസ്റ്റ് പൊസിഷനിലാണ്, സെക്കൻഡ് കോമ്പൗണ്ടിൽ സെക്കൻഡ് പൊസിഷനിലാണ്. Therefore, while writing the IUPAC name of this compound, the position of functional group is to be added. അതുകൊണ്ട് പൊസിഷൻ ആഡ് ചെയ്യേണ്ടി വരും. എല്ലാ കോമ്പൗണ്ടും സെയിം അല്ല, ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണ്. പ്രോപ്പർട്ടി മാറും കേട്ടോ. പൊസിഷൻ മാറുമ്പോൾ പ്രോപ്പർട്ടി മാറും. The carbon atom having the functional group should be given the lowest number. അതൊക്കെ നമുക്ക് അറിയാം. ലോവസ്റ്റ് നമ്പർ കൊടുക്കും. Here the first compound is called propan 1 ol. Then second compound പേര് താഴെ ഇരിക്കും. ഇതാണ് അറിയാം. Propan 2 ol. Propan 2 ol. ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞു കേട്ടോ.
ഈ സെക്കൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, സെക്കൻഡ് വൺ carboxylic acid. Carboxylic acid denoted by COOH. സംശയമാണോ? നമ്മള് ലെറ്റർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഡി ചെയ്തില്ലല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി ഉണ്ട് കേട്ടോ, അതും കൂടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി. അതിൽ കൊടുത്തേക്കുന്ന നമ്പറിങ് സെയിം ആണോ? ശരിയാണോ? ആ നമ്പറിങ് ശരിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി പാർട്ട് അല്ല. എന്ത് ചേഞ്ച് വരുത്തണം? നമ്പറിങ് എവിടെ നിന്ന് കൊടുക്കണം? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ്? റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ OH ഷുഡ് ഗെറ്റ് ദി ലോസ്റ്റ് നമ്പർ. OH ലോസ്റ്റ് നമ്പർ വരും, ബ്രാഞ്ച് ആയതുകൊണ്ട് അതിന് ലോസ്റ്റ് നമ്പർ. അപ്പൊ അതിന്റെ പേരെന്ത് വരും? ആ കോമ്പൗണ്ട് ബ്യൂട്ടനോൾ. ബ്യൂട്ടനോൾ, ബ്യൂട്ടാൻ 1-ol അല്ലെങ്കിൽ ബ്യൂട്ടനോൾ. 1 ആയതുകൊണ്ട് ബ്യൂട്ടനോൾ എന്ന് എഴുതും. ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബ്യൂട്ടനോൾ എന്ന് കൊടുക്കും. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഡിനോട്ടഡ് ബൈ COOH. ഇവർ ആസിഡ്സ് എന്ന് പറയാറുണ്ട്, കാർബോക്സിലിക് ആസിഡ് എന്നും പറയാറുണ്ട്. ഈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഒന്ന് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്, കാർബോക്സിലിക്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ശ്രദ്ധിച്ചോട്ടോ. CH4 പേര് നമുക്കറിയാം, മീഥെയ്ൻ. CH4 മീഥെയ്ൻ ആണ്. CH4-ല് ഒരു ഹൈഡ്രജൻ പോയി, ഒരു ബോണ്ട് ബാക്കി വരും. ഒരു ബോണ്ട് ബാക്കി വന്നു കഴിഞ്ഞിട്ട് അവിടെ COOH വരും. ഇതിന്റെ പേര് എഴുതണം, നോക്കിക്കോ. ഇതിന്റെ പേര് എഴുതണമെങ്കിൽ നമുക്കറിയാവുന്ന റൂൾ എന്താണ്? ഫസ്റ്റ് റൂൾ എന്താണ്? ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ഇതിലും ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ ഉണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബോക്സിലിക് ആസിഡ് ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബോക്സിലിക് ആസിഡിന് മെയിൻ ചെയിനിൽ ഉൾപ്പെടും. മെയിൻ ചെയിനിൽ കാർബോക്സിലിക് ആസിഡ് വേണം. ഇത് കാർബൺ അല്ലേ? നോക്കി, കാർബൺ അല്ലേ ഇത്? അപ്പൊ ഇതിനെ മെയിൻ ചെയിനിൽ ഉൾപ്പെടുത്തി, ഇതിനെ മെയിൻ ചെയിനിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? 2 കാർബൺ ഉണ്ട് അല്ലെ? ഒന്ന് CH3 ഈ കാർബണും ഈ ഒരു കാർബണും. ഇനി ഒരു കേസും കൂടി ഉണ്ട്, നമ്പർ ചെയ്യുമ്പോൾ COOH-ന് ഫസ്റ്റ് നമ്പർ കൊടുക്കണം. COOH-ൽ സിക്ക് ഫസ്റ്റ് നമ്പർ കൊടുക്കണം. പക്ഷെ ഇതിലെ നമ്പറിങ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. 10th നമ്പറിങ് പഠിക്കാനില്ല, ഡയറക്റ്റ് പേര് എഴുതാൻ പഠിക്കാനുള്ളൂ. ഇതിന്റെ പേരൊന്ന് എഴുതി നോക്കാം. ഇപ്പോ ആൽക്കഹോളിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ, മുകളിൽ ആൽക്കഹോളിൽ കണ്ടതുപോലെ തന്നെ എഴുതി നോക്കാം. 2 കാർബൺ, ഈത്തെന്ന് എഴുതി, ഈത്തെന്ന് എഴുതി. ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ AND എന്ന് എഴുതി, മൈനസ് ചെയ്തു. അതൊക്കെ ഉണ്ട് ഇതിൽ. ഇനി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആൽക്കഹോൾ ആയിരുന്നപ്പോ ഓയിലിനെ നമ്മൾ ചേർത്തത് ആൽക്കഹോൾ ആയിരുന്നു. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് OIC ആസിഡ്, OIC ആസിഡ് എന്നൊക്കെ പറയും കേട്ടോ വേണമെങ്കിൽ. OIC ആസിഡ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇത് ഇൻഡിവിജ്വൽ ആൽഫബറ്റ്സ് അല്ലേ? OIC ആസിഡ്, OIC ആസിഡ്, OIC ആസിഡ് എന്ന് പറഞ്ഞ ടൈം ചേർക്കണം. അത്ര ചെയ്യാനുള്ളൂ കേട്ടോ. ഈത്തേനിന് മൈനസ് ചെയ്യണം, OIC ആസിഡ് ചേർക്കണം. ഇപ്പൊ കൂട്ടി വായിക്കുമ്പോ എത്തനോയിക് ആസിഡ്, ഇഥനോയിക് ആസിഡ്, ഇഥനോയിക് ആസിഡ് എന്ന് വയ്ക്കും. ശരിക്കും ഇവിടെ മണ്ണുണ്ട് കേട്ടോ, നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലേ COOH-ന് 1 കൊടുക്കണം. മണ്ണെടുത്ത് വിടാം. ഇവിടെ ഒരു മണ്ണ് പരിചയം, മണ്ണായതുകൊണ്ട് മണ്ണ് ഒഴിവാക്കേണ്ടതാണ്. മിക്ക കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണ്ണ് എല്ലാത്തിലും ഒഴിവാക്കണം. പറഞ്ഞോ സാർ? ഇതിന്റെ സ്പേസർ ആണോ? ആസിഡിന് സ്പേസ് ഉണ്ട് കേട്ടോ, ആസിഡിന് സ്പേസ് ഇടാറുണ്ട്.
വേറെ ഒന്നിനും സ്പേസ് ഇല്ല. എത്തനോയിക് ആസിഡ്. സാർ ഈ COOH നടുക്കും വരുമോ? ഇല്ല കേട്ടോ, ഇല്ല. സൈഡ് നടുക്ക് വരില്ല. നടുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബ്രാഞ്ച് എടുക്കും, സോറി അതിന്റെ മെയിൻ ചെയിൻ എടുക്കും. സപ്പോസ് ഇങ്ങനെ വന്നു വിചാരിക്കും, CH3 CH2 ഇവിടെ വന്നു, ഇത് കോമ്പൗണ്ട് വന്നു, ഇങ്ങനെ വന്നു. ഇതിലെ മെയിൻ ചെയിൻ ആരായിരിക്കും എന്നറിയോ? സ്റ്റേറ്റ് ചെയിൻ അല്ലായിരിക്കും. നമ്മൾ ഇതിനെ മെയിൻ ചെയിൻ എടുക്കും, ഇത് മെയിൻ ചെയിൻ എടുക്കും, അത് മെയിൻ ചെയിൻ എടുക്കും. വ്യത്യാസം കണ്ടോ? അത് മെയിൻ ചെയിൻ ആയിട്ട് വരും, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ചെയിനിൽ ഉൾപ്പെടും. മെയിൻ ചെയിനിൽ അത് വരും, COOH വരും. അപ്പൊ ഇത് ബ്രാഞ്ച് ആയിരിക്കും, അത് ബ്രാഞ്ച് ആയിരിക്കും. അപ്പൊ അതിന് പേര് കൊടുക്കണം. നമ്പറിംഗ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇനി ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി. COOH ഫസ്റ്റ് നമ്പർ നിങ്ങൾ എഴുതിക്കും, നിങ്ങൾ എഴുതി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് സംശയം ചോദിക്കും. COOH ഫസ്റ്റ് നമ്പർ കൊടുക്കും, ചെയ്ത് നോക്കിക്കോ. 10th ഇല്ല കേട്ടോ, എക്സ്ട്രാ ആണ്. COOH ഫസ്റ്റ് നമ്പർ കൊടുക്കും. ഏത് പൊസിഷനിൽ ബ്രാഞ്ച് വരും? രണ്ടാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് വരും. ഏത് ബ്രാഞ്ച്? ഒരു കാർബണുള്ള ബ്രാഞ്ച് അല്ലേ, ഈഥൈൽ ബ്രാഞ്ച് ആണ്. അപ്പൊ അതിന്റെ പേരെങ്ങനെ എഴുതും? ആൽക്കൈൽ റാഡിക്കൽ വന്നു കഴിഞ്ഞാൽ പേര് എവിടെ എഴുതും? ആദ്യം എഴുതണം അല്ലെ, പ്രിഫിക്സ് ആയിട്ട് എഴുതണം. ഒന്ന് പറഞ്ഞാൽ ചോദിക്കാം. ഗൗരി പേരെന്ന് പറഞ്ഞു. മീഥൈൽ പ്രൊപ്പനോയിക് ആസിഡ് എന്നാണോ? മീഥൈൽ ഉണ്ട്, മീഥൈലിന്റെ പൊസിഷൻ എഴുതണം, അത് മറന്നുപോലെ. രണ്ടാമത്തെ പൊസിഷൻ മീഥൈൽ ഉണ്ട്, പൊസിഷൻ എഴുതണം. പൊസിഷൻ 2-methyl propanoic acid. 2-methyl 4 കാർബൺ, 3 കാർബൺ അല്ല കേട്ടോ, 4 കാർബൺ. ഈ കാർബൺ ഉൾപ്പെടുത്തണം, COOH കാർബൺ ഉൾപ്പെടുത്തണം, 4 കാർബൺ. വേർഡ് റൂട്ട് എന്ത് വരും? പ്രൊപ്പല്ല, ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ഇത് വരും, ANE. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു, COOH വന്നു, ഈ കളഞ്ഞു. ഈക്ക് വരെ എന്ത് എഴുതണം? OIC ആസിഡ്, OIC ആസിഡ്. കോമ്പൗണ്ട് പേര് വരുന്നത് 2-methyl butanoic acid. പഠിക്കാനില്ല കേട്ടോ, നമ്പറിംഗേ പഠിക്കാനില്ല ഇതിൽ. ഡയറക്റ്റ് പേര് കിട്ടിയാൽ എത്ര കാർബൺ നോക്കണം, ഡയറക്റ്റ് പേര് കിട്ടിയാൽ. അഭിനയ പറഞ്ഞു. സാർ ഇതിന് ബ്രാഞ്ചിങ് ചെയിനൊക്കെ ഉണ്ടോ? അത് വേണ്ട, നമുക്ക് പഠിക്കാനില്ല. ഇത് നമുക്ക് പഠിക്കാനുള്ളതല്ല, സിമ്പിൾ കേസസ് പഠിക്കാൻ. വേറൊരു കോമ്പൗണ്ട്, ഇതിന്റെ പേരൊന്ന് എഴുതിക്ക്. CH3 CH2 COOH പേര് എഴുതിക്ക്. അബിൻ പറഞ്ഞു. അബിൻ സാർ ഇത് എഴുതാനുള്ള ഓർഡർ എന്ന് പറഞ്ഞുതരാമോ? പേര് എഴുതാനുള്ളത് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ഇതിന്റെ പേരൊന്ന് എഴുതിക്കുക. ആദ്യം 3 കാർബൺ, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ, 3 കാർബൺ. വേർഡ് റൂട്ട് എന്ത് വരും? പ്രൊപ്പ്, സിംഗിൾ ബോണ്ട്, ANE. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നുകൊണ്ട് E- ചെയ്യും, പകരം OIC ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് കേട്ടോ. ഇത് ചെയ്യാനുള്ളൂ, പ്രൊപ്പനോയിക് ആസിഡ്. ഇനി നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതിയാലോ? ഒരു ടെക്സ്റ്റ് വരാമോ? നമുക്ക് നിർത്താം. നോട്ട്ബുക്ക് എടുത്തോ, പെട്ടെന്ന് ഹെഡിങ് കൊടുത്തോ. കാർബോക്സിലിക് ആസിഡ്, COOH, കാർബോക്സിലിക് ആസിഡ്, COOH. ഫസ്റ്റ് പോയിന്റ്, main chain should contain COOH. ഒരു ബോണ്ട് വേണം കേട്ടോ. മെയിൻ ചെയിൻ should contain COOH.
main chain should contain COOH. Important point ആണ്. Second point കൂടി കേട്ടോ. Numbering should start from COOH. Numbering should start from COOH. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, +1 ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി. then IUPAC name hyphen IUPAC name hyphen word root plus suffix minus e plus oic acid OIC acid minus e plus OIC acid. ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചോ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിക്കോ, എന്നിട്ട് ബാക്കി നമുക്ക് നാളെ വേറെ എക്സാമ്പിൾസ് നോക്കാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി വെച്ചു. 2 കാർബൺ 3 കാർബണുള്ള ഏതെങ്കിലും കേസ് എഴുതി വെച്ചു. എക്സാമ്പിൾ ആയിട്ട് പ്രൊപ്പാൻ ഓയിക് ആസിഡ്. ശരിക്കും പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ് എന്നാണ് എഴുതുന്നത്. 1 ആയതുകൊണ്ട് പ്രൊപ്പാനോയിക് ആസിഡ്. 1 അത് നിങ്ങളിപ്പോ നോക്കണ്ട, 1 ഒന്നും നോക്കണ്ട. ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കേസാണ്. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർ മാത്രം മീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് മീറ്റ് ചെയ്യാം. ശരി, നാളെ കാണാം. Thank you, sir. Thank you, sir. Thank you, sir. താങ്ക് യു സർ. സർ ഇതിന്റെ മോളിൽ